ഒന്ന് വീണിട്ട് ചെറിയ ഈ ചതവൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ പുറകുവശത്തെ മുറ്റത്ത് നിറച്ച് ഇങ്ങനെ അവിടെ നിന്നൊരു സംഭവം മേടിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് വന്നത് നമുക്ക് അനുഗ്രഹമായി. 2 കൊല്ലമായി നമ്മൾ പെയിന്റ് ഇട്ടിട്ട്. സൂക്ഷിച്ച് നിക്കണം കേട്ടോ. ആ മാങ്ങയുടെ വലിപ്പം നോക്കിക്കേ, എന്റെ മുഖത്തല്ല. ഒന്ന് നോക്കി ഒരു വെളിവാകുന്ന പോലെ ആക്കിയപ്പോ രാവിലെ മുതൽ ഗ്യാസിന്റെ ചെറിയൊരു സ്മെല്ല് പോലെ തോന്നിയപ്പോ എനിക്ക് തോന്നി കിടുകിടുകിടൂന്ന് അതിൽ ഒച്ച കേട്ട് കാറ്റൊട്ട് ഇട്ടിട്ടില്ല. 52 ദിവസം ഉപയോഗിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമുക്ക് ഒരു ഡെയിലി വ്ളോഗ് കാണാം കേട്ടോ. എത്രത്തോളം എടുക്കാൻ പറ്റും എന്നറിയില്ല. എടുക്കാൻ പറ്റുന്നവരെയുള്ള കാഴ്ചകൾ നമുക്ക് ഇന്ന് വീട്ടിലെ കാഴ്ചകളാണ് ഇന്ന് പ്രധാനമായിട്ടും കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മിറ്റടിക്കാനായിട്ട് ഇറങ്ങിയതല്ല അമ്മ, പക്ഷെ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം മുറ്റത്ത് കുറച്ച് കരിയില കിടക്കണുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ആ പുൽച്ചൂലൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്നങ്ങ് വരച്ചിടുന്നതാണ്. നമുക്ക് ചൂലുകൾ അപ്പുറത്ത് വേറെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ അത് മിറ്റടിക്കാൻ ഉദ്ദേശിച്ച് ഇറങ്ങിയതല്ലല്ലോ. നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചിയാണ് സ്ഥിരം ചെയ്യാറ്. പക്ഷേ ഇന്നത്തെ ദിവസം ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആ പുൽച്ചൂല് വെച്ചിട്ട് ജസ്റ്റ് ഒന്നും അങ്ങ് വരച്ചിടുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ട് മിറ്റടിക്കുന്ന ഒരു പർപ്പസ് ഉണ്ടായിരുന്നില്ല അന്നേരം. അപ്പൊ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലരെന്നോട് ചോദിക്കും, എന്തിനാണ് രാവിലെ അതിൻ്റെ കൂടെ ചേർക്കണേ, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരെയെന്ന്. അതങ്ങ് ഓട്ടോമാറ്റിക്കലി പറയുമ്പോൾ പറഞ്ഞു പോണാണ് കേട്ടോ. നിങ്ങളങ്ങ് ക്ഷമിക്കുക. പുട്ടെൻ്റെ അത്ര ഫേവറേറ്റ് ഫുഡൊന്നും അല്ല കേട്ടോ. പക്ഷേ മീൻ ചാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോൺ വെജോ ഉണ്ടെങ്കിൽ നമുക്ക് ഫേവറേറ്റ് അല്ലാത്ത എന്ത് സാധനവും ഫേവറേറ്റ് ആയി മാറുന്ന ഒരു അവസ്ഥയൊക്കെ അതാണ് എനിക്ക് പുട്ടും മീൻകറിയും കഴിക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അത്രയും ഇഷ്ടമാണ്. നമ്മുടെ വീഡിയോസ് പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്കറിയാം, എനിക്ക് ഈ പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും നെയ്റോസ്റ്റിൻ്റെ കൂടെയും പിന്നെ ഇഡലിയുടെ കൂടെയും ഒക്കെ മീൻചാറ് എത്രയും ഫേവറേറ്റ് ആണെന്ന്. കണ്ടോ ഞാൻ എത്ര ഹാപ്പി ആയിട്ടാണ് കഴിക്കണേന്ന് നോക്കിയേ. ഈ മുറ്റത്ത് ടൈലിട്ട് കഴിഞ്ഞാൽ ടൈലിൻ്റെ ഇടയ്ക്കൂടെ മുഴുവനും പുല്ല് വരും. അത് ഞാൻ മുറ്റം അടിക്കാൻ വരുമ്പോൾ ആ പുള്ളിക്കാരിനെ കൊണ്ട് എപ്പോഴും പുള്ളിക്കാരി കൊരണ്ടിയിട്ടിരുന്ന് പറിച്ച് അടിച്ചാണ് പോണത്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് 1 മാസത്തോളമായി വന്നിട്ട്. അത് ഈ ഒന്ന് വീണിട്ട് ചെറിയ ഈ ചതവൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പണിയാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് മാറിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മുഴുവനും ടൈലയിൽ പുല്ലായിരുന്നു. ഞാൻ ഒരു വശയെ പറിച്ചപ്പോഴത്തേക്ക് ഒരു വശയെ പുല്ല് വന്നിട്ടുണ്ട്. ഇത് വാടാമുല്ലയുടെ ഇതിൽ നിന്ന് തന്നെ വീണ് കിളത്തേക്കണതാ. ഇവിടെയൊക്കെ ഞാൻ പാകി നിർത്തിയിട്ടുണ്ട്. അത് വെള്ള, ഇത് ഓർഡിനറി, ഇത് പിങ്ക്. ഇവിടെ ഇപ്പൊ ഒരു പൂന്തോട്ടം പോലെയായി. പൂന്തോട്ടമൊന്നും ഇല്ലേ, പുല്ലുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രസം. കുഞ്ഞോള് വന്നായിരുന്നെങ്കിൽ പുല്ലൊക്കെ ഒന്ന് പറിച്ച് ശരിയാക്കിയേനെ. ബൊഗൈൻവില്ലയിൽ പൂത്തിട്ടുണ്ട്, വെയിലടിക്കണോണ്ട്. അപ്പം നമുക്ക് ഇവിടെ അങ്ങനെ ക്ലിയർ ആക്കി വെച്ച് നമ്മൾ. പിന്നെ നമുക്ക് പുറകുവശത്തെ മുറ്റത്തെ ഒന്ന് കാണിക്കാം. ഇവിടെ കുറേയൊക്കെ പോയി, പുല്ല് പോയി. ഇതേ വീണ്ടും ഇവിടെ കിളുത്ത സെന്ററിൽ ഇവിടെയൊക്കെ നിറച്ച് പുല്ലായിരുന്നു. കിളുക്കുന്നേ ഒന്ന് അതിനുള്ള മഴ പെയ്യണുണ്ടല്ലോ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കോടെ പുല്ല് വരും. അതാ ഈ പുല്ല് വന്നാൽ മഹാവൃത്തികേടാ. ഇങ്ങനെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് പുല്ല് വന്നാൽ എനിക്ക് ഒരു സുഖമില്ല. ഈ ചുമന്ന തേയില ഞാൻ എപ്പോഴും പറഞ്ഞു നടക്കാൻ അവിടെ വേണമെങ്കിൽ ഇരിപ്പിക്കാമെന്ന്. ഇവിടെ പുറകുവശത്തെ മുറ്റത്ത് നിറച്ച് ഇങ്ങനെ മുക്കൂറ്റി പൂത്ത് നിൽക്കുവായിരുന്നു. നിറയെ കളഞ്ഞു. പക്ഷെ കംപ്ലീറ്റ് ആയില്ല കേട്ടോ. കാരണം ഒരു പരിധിയിൽ ഒന്ന് നോക്കി ഒരു വെളിവാകുന്ന പോലെ ആക്കിയപ്പോൾ എന്നോട് അപ്പം നേരം പറയുന്നുണ്ട്, കൊരണ്ടിയിട്ടിരുന്ന് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് പറിക്കണ്ട, ഇച്ചിരി നേരം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ വരുന്നു. എന്നാലും നമുക്കൊന്ന് നടക്കണ്ടേ. അത് കാരണം കുറേയൊക്കെ കളഞ്ഞെങ്കിലും ഒരു പോളിഷ് പോലെ ഞാൻ കളഞ്ഞ. അത്ര വൃത്തിയായില്ല എന്ന് എനിക്കറിയാം. ആ ഭാഗത്തേക്ക് മൊത്തം പോയി. ഇവിടെയൊക്കെ കുറച്ചുണ്ട്. ഞാനിനി വെയിലുള്ളപ്പോൾ ഒന്നോടെ ഒന്ന് ഇരുന്ന് ശരിയാക്കാൻ ഓർത്തിരിക്കുക. ഇങ്ങനെ ഈ പുല്ല് പിടിച്ചിരുന്ന ഒരു സുഖമില്ല. മുറ്റത്തേക്ക് നോക്കിയാൽ മുറ്റത്തിന് പുറത്ത് പിന്നെ പുല്ലാണല്ലോ. പിന്നെ വേറൊരു സംഭവം കാണിക്കാൻ പോവാം. അപ്പയുടെ കൃഷി. ഞാറ്റുവേല കൃഷിയാണോ? ഞാറ്റുവേല കൃഷിയല്ല. 2 മാസമായി. ഞാനും അത് മേടിക്കാൻ പോയപ്പോൾ സൺഡേ മൺഡേ ഉണ്ടോ എന്ന് ചോദിക്കാൻ പോയായിരുന്നു. അവിടെ സൺഡേ മൺഡേ ഉണ്ടായിരുന്ന. പക്ഷെ അവർ പറഞ്ഞു, ചേച്ചി ഇതിപ്പോൾ കൊണ്ടുപോകണ്ട, കുറച്ച് നാളായിട്ട് ഇവിടെ ഇരിക്കുന്നതാ, ഫ്രഷ് ലോട്ട് വരുമ്പോൾ വിളിച്ച് പറയാമെന്ന്. പിന്നെ വിളിച്ചില്ല. ഈ അടച്ച മഴയായതുകൊണ്ട് പിന്നെ ഞാൻ പോകാനും ശ്രമിച്ചില്ല. ഒരു നഴ്സറിയിൽ നിന്ന് അപ്പം പച്ചമുളകും തൈയും പല തൈകളും മേടിക്കാറില്ലേ, അവിടെ നിന്നൊരു സംഭവം മേടിച്ച് ഞാൻ കാണിച്ചു തരാം. അത് നട്ട് അതിൽ പൂ കുത്തി നമുക്ക് കാണാം. പിന്നെ വെള്ളക്കാന്താരി നിൽക്കണത്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. മഴ പൊടിയുണ്ട്. മഴ ഇല്ലാത്തപ്പോൾ റെഡ് ലേഡിയുടെ പടം എടുക്കാൻ പോയി. ഈ കളർ ഏപ്രോൺ മേടിച്ചത് ഏതായാലും നന്നായിട്ടോ. ഒരു ഡിഫറൻറ്റ്. കാരണം ഈ പച്ചപ്പിനിടയിൽ നടക്കുമ്പോൾ ബ്ലൂ ഭയങ്കര കോൺട്രാസ്റ്റാ. പിന്നെ കുപ്പായത്തിന്റെ കളറും ഇതുമായിട്ട് കോൺട്രാസ്റ്റാ. പക്ഷെ പച്ചപ്പിന്റെ ഇടയിൽ ബ്ലൂ നല്ല കോൺട്രാസ്റ്റാ. ഈ കളർ അല്ല ഓർഡർ ചെയ്തെങ്കിലും ഇത് വന്നത് നമുക്ക് അനുഗ്രഹമായി.
ഇത് ചാഞ്ഞു പോയ കപ്പളത്തേൽ ഇതേ ഇത് പിടിച്ചോ, നിവർത്തി വെച്ച് കപ്പളങ്ങ ഉണ്ടായി, ഇതേ നോക്ക് പൊങ്ങിപ്പോയി. ഇത് നീളം കപ്പളങ്ങയാ. ഇത് തന്നെ കിളുത്ത കപ്പളാണ്. അത് നിറയെ കപ്പളങ്ങയായിട്ട് കിടന്നത് ഓർക്കണ്ടോ. എന്നിട്ട് മഴ വന്നപ്പോൾ വെള്ളം കെട്ടിക്കിടന്നേച്ച് മുഴുവനും ചെരിഞ്ഞു പോയി. കപ്പളങ്ങ മുഴുവൻ വടി പിരിந்து പോയി. അത് കഴിഞ്ഞിട്ട് അപ്പം അത് നിവർത്തി വെച്ച് കുറേ മണ്ണിട്ട് പൊക്കി ശരിയാക്കി വെച്ച് കോല് വെച്ച് കെട്ടി നിവർന്ന് വേര് പിടിച്ച് കപ്പളങ്ങ വിരിഞ്ഞതിൽ പുതിയ കപ്പളങ്ങ. ഇപ്പം പൊങ്ങിപ്പോകും, അതാ ഒരു കുഴപ്പം. ഇനിയിപ്പോൾ അതേ ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്, പുല്ല് വെട്ടി അവിടെ കാണിക്കാൻ. അല്ല അതിൽ നടന്നപ്പയ്ക്ക് പോകാനായിട്ട്, അത് കാണാൻ നമുക്ക്. ഇതെന്നാ ഈ ചെയ്യണേ? ഈ ചെയ്യണതേ എരിവുമുളക് പൊടി ഈ ഡബ്ബയിലെ തീർന്നായിരുന്നു. അപ്പം ഇതിലേക്ക് ഇട്ടേച്ച് ബാക്കിയുള്ളത് മറ്റേ കുപ്പിയിൽ ഇട്ട് വെക്കാൻ നോക്കാം. എരിവുമുളക് പൊടി കേട്ടോ. എരിവുമുളക് പൊടിക്ക് നല്ല കളറുണ്ട്, നല്ല എരിവുണ്ട്. പൊടി മതി. ഇനി മറ്റേ വലിയ കുപ്പിയിലേക്ക് ഇട്ട് വെച്ചേക്കാം. അത് വലുത്, അത് വലുത്. വലുതുണ്ട് ചെറുതുണ്ട്. ചെറുതിലധികം കൊള്ളൂലല്ലോ, അതുകൊണ്ട് വലുത് ചില്ലുകുപ്പിയാട്ടോ. ചീസ് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു ഐറ്റാ ചീസ്. ചീസ് ക്യൂബ്, ചീസ് ബാർ. അതെ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇപ്പൊ ചീസ് സ്പ്രെഡ് ഇല്ലേടി? അതത് ഞാൻ മേടിക്കാറില്ലാന്നേ ഉള്ളൂ. ഉണ്ട്, ഒരു പ്രാവശ്യം ഒന്നും മേടിക്കണം. അത് പെപ്പർ ടേസ്റ്റ് വേണം എനിക്ക്, ഗാർലിക്ക് വേണ്ട. അപ്പം പറയാം ഇവിടെ നിന്ന് ഈ ബ്രെഡിൽ തൂക്കണേ. അതെനിക്ക് പണ്ടപ്പം സ്ഥിരം മേടിക്കുമായിരുന്നു. ആ മാങ്ങയുടെ വലിപ്പം നോക്കിക്കേ, എന്റെ മുഖത്തല്ല. ഇതല്ല, ഇത് വീട്ടിൽ നിന്ന് പറിച്ച പോലെ ഉണ്ടല്ലോ. അതുപോലെ ഉണ്ട്. ഇത് അപ്പയ്ക്ക് പറ്റിയതല്ലോ. അതല്ല ഞാൻ പറഞ്ഞു, ഒരിക്കലും പൊണ്ണൻ മാങ്ങ നോക്കിയാ. അതിന് ഞാൻ എപ്പോഴും പറയുവേ, ഒരുപാട് വലുത് മേടിക്കേണ്ടത്. ചെത്തി എനിക്ക് വെച്ചേക്കണ ഇഷ്ടമല്ല. ചെത്തി നമുക്ക് കഴിക്കണതാ ഇഷ്ടം. മുട്ടനൊക്കെ കാലത്തെ ചെത്തി കഴിഞ്ഞാൽ അത് നീ രാത്രി 7:30 വരുന്നവരെ വെച്ചോണ്ട് കൊള്ളൂല. അതിന് പറയണത് വിളഞ്ഞതാവണമെങ്കിൽ മുട്ടനായിരിക്കണം. പക്ഷേ ഒരു മിസ്റ്റേക്ക് പറ്റി, എപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. സാധാരണ അങ്ങനെയാണ് കൊണ്ടുവരാറ്. ഇന്നാളൊരു പ്രാവശ്യം വെള്ളമയുള്ള ബെങ്കനംപിള്ളി മാങ്ങ കൊണ്ടുവന്നു, മുടുമുട്ടൻ. എന്നാ പഴുക്കട്ടെ, ശരിക്കും പഴുക്കട്ടെ എന്നോർത്ത് പഴുത്ത് കഴിഞ്ഞ് ചെത്തിയിട്ടേ കംപ്ലീറ്റ് വെള്ളച്ചവ. അതെന്നാന്നറിയില്ല, അങ്ങനെ ഒരിക്കലേ പറ്റിയിട്ടുള്ളൂ, അപൂർവമായിട്ടേ പറ്റാറുള്ളൂ. ഇതേ ഊണ് കഴിയുമ്പോൾ ഇവിടെ ഇരിക്കണത് ചെത്താം, ഇത് അത് കഴിഞ്ഞിട്ട് നാളെ ചെത്താം. ഇപ്പൊ ഒരു പടം എടുത്തു, ഇത് ചെറുതായതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒന്ന് പടം എടുത്തോളാം. സൂക്ഷിച്ച് നിൽക്കണം കേട്ടോ. ഈ ലൈറ്റിൻ്റെ ഇതൊക്കെ അടിച്ച് പുകയൊക്കെ അടിച്ചപ്പോൾ വൃത്തികേടായി ആ ഭാഗം. അതൊന്ന് ഈ പച്ച സ്ക്രബ് കൊണ്ടൊന്ന് തൂക്കണതാ. അനുസരിച്ച് സോപ്പ് പൊടിയൊന്നും ഇല്ല കേട്ടോ, ഉണങ്ങുമ്പോൾ ക്ലിയർ ആവും. ശരിയാണല്ലോ. അതേ ഇത് ചെയ്യരുത്, പെയിന്റ് പോകും. അതേം ചെയ്തു. അത് ഈ ലൈറ്റിന്റെ ഇതാന്ന് പറഞ്ഞു, ലൈറ്റ് തുടയ്ക്കാൻ്റെ അപ്പം തുടച്ചോളൂ. മുകളിലേക്ക് തുടയ്ക്കാൻ്റെ അവിടെ എത്തൂല, ബോഡി വെക്കേണ്ടി വരും. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തോ. ഇപ്പൊ നല്ല ഭംഗിയായി അവിടെ. കുര്യാക്കോയ എന്നോട് പറഞ്ഞു തന്നെ പുക അടിക്കണായിരിക്കും ഈ ഗ്യാസിൽ ഭക്ഷണമൊക്കെ വെക്കണതിന്റെ. ചെടിയല്ല തൂത്ത് കഴിഞ്ഞാൽ മതി എന്നാ പുള്ളി എന്നോട് പറഞ്ഞുണ്ട്. ഈ പ്ലാസ്റ്റിക് മെഷീനായതുകൊണ്ട് തൂക്കാൻ ക്ലീൻ ഇവിടെ നല്ല ക്ലീനായി ഇപ്പൊ. കുര്യാക്കോച്ചേട്ടൻ പറഞ്ഞു തന്നതാ. അതായത് ഗ്യാസിൽ നമ്മൾ കത്തിക്കുമ്പോ അതിന്റെ ഫ്ലെയിമിന്റെ ഇതിൽ നിന്നൊക്കെ പുള്ളി പറഞ്ഞ പുകാന്നാ. ഇത് ആവിയൊക്കെ വന്നതായിരിക്കും ഒന്നാ. എങ്ങനെയാണെങ്കിലും കുറച്ച് ചൂടൊക്കെ അടിക്കൂലേ. ഇവിടെയൊക്കെ ടൈലായതുകൊണ്ട് ഇതിലേക്ക് പിന്നെ അങ്ങനെ ടൈല് ചുമ്മാ സ്പോഞ്ച് കൊണ്ട് തുടച്ചിടുന്നതുകൊണ്ട് അങ്ങനെ വലിയ അലമ്പുണ്ടാവൂല. പിന്നെ ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്നത് പുകയടിക്കുന്ന ഈ ലൈറ്റിന്റെ ഒക്കെ. പക്ഷേ ലൈറ്റിന്റെ ഷെയ്ഡും ബൾബും ആണെങ്കിൽ അപ്പം തുടച്ചാലേ പറ്റുള്ളൂ. ഞാൻ തുടച്ചത് ശരിയാവൂല. അപ്പം ഞാൻ ഈ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മാസം കൂടുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. ഇവിടെ തുടച്ച പാടിച്ചിരി അതുണ്ട്, ഇച്ചിരി അല്ല, നന്നായിട്ട് കിടപ്പുണ്ട്. അതിനിപ്പോ പെയിന്റ് ഇടുമ്പോ ആ ഭാഗത്ത് മാത്രമല്ലേ അങ്ങനെയുള്ളൂ. ഈ ഭിത്തിയിലേക്ക് നോക്കിക്കേ. ഇല്ല 2 കൊല്ലമായി നമ്മള് പെയിന്റ് ഇട്ടിട്ട്. ഫസ്റ്റ് അല്ല, ഇന്നാളെ നടത്തിയതിന് മുമ്പുള്ള പ്രെയർ മീറ്റിന് 2024 പെയിന്റ് ഇട്ടതല്ലേ? അതെ അതെ അതെ. ഇപ്പൊ 26 24 പെയിന്റ് ഇട്ടതാ. അത് കഴിഞ്ഞിട്ടാ മാർച്ചിൽ പ്രെയർ മീറ്റ് നടത്തിയത്. 25 പിന്നെ 26 പ്രെയർ മീറ്റ് നടത്തിയത്. അപ്പൊ അതാ. അപ്പൊ ഈ ഭാഗത്തൊന്നും കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ ഇത് തന്നെയായിരിക്കും, ഗ്യാസിൽ നിന്നൊക്കെ ഇങ്ങനെ കത്തിക്കുമ്പോൾ ഇങ്ങനെ ഇത് വന്നതും ലൈറ്റിന്റെ ആയിരിക്കും. എല്ലായിടത്തും ഉണ്ട് ചേച്ചി, അങ്ങനെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് പുള്ളി പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് തുടച്ചു നോക്കിയപ്പോൾ അത് ക്ലിയർ ആയിട്ട് തോന്നി. പക്ഷേ ഈ പറഞ്ഞ പോലെ പാടൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ വരും, കിച്ചൺ ഉപയോഗിക്കുന്ന സ്ഥലമല്ലേ സ്ഥിരം.
ഞാൻ മീൻ വറുത്തോണ്ടിരുന്നേ. മീൻ വറുത്തോണ്ടിരുന്നപ്പോ ഞാനിവിടെ പാത്രം കഴുകുമായിരുന്നു വർക്ക് ഏരിയയില്. അന്നേരം രാവിലെ മുതൽ ഗ്യാസിന്റെ ചെറിയൊരു സ്മെല്ല് പോലെ തോന്നിയപ്പോ എനിക്ക് തോന്നി തീരൂന്ന. അപ്പൊ കിടുകിടുകിടൂന്ന് അതിൽ ഒച്ച കേട്ട് കാറ്റോട്ട് ഇട്ടിട്ടില്ല. അപ്പൊ അതേ സ്ലോയില് ഗ്യാസ് അങ്ങ് നിന്നു, ഗ്യാസ് തീർന്നു. അപ്പൊ സാധാരണ 35-40 ഡേയ്സ് ആണ് നിക്കാറ്. അപ്പൊ ഗ്യാസിന്റെ ഒരു പ്രതിസന്ധി സ്റ്റാർട്ടിങ്ങിൽ വന്നില്ല, മാർച്ച് ആദ്യം. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നത് എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി. അപ്പൊ ആ സമയത്ത് നമുക്ക് നൊയമ്പുകാലായിരുന്നല്ലോ. ഞാനൊരു പരിപാടി ചെയ്തായിരുന്നു. അടുപ്പിൽ കുറച്ച് നാള് അരി വേവിച്ചായിരുന്നു, മൺകലത്തിലും അലൂമിനിയം കലത്തിലും ഒക്കെ ആയിട്ട്. അതുകൂടാതെ ഒരു പരിപാടി ചെയ്തായിരുന്ന ഒരു 3 ആഴ്ചത്തേക്ക് കഞ്ഞിയായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ചോറിന് പകരം കഞ്ഞി. അപ്പൊ കുക്കറിൽ അങ്ങ് വേവിച്ചു കഴിഞ്ഞാൽ കഞ്ഞിയായിട്ട് അവിടെ അടിച്ചവിടെ കിടന്നോളൂല. അപ്പൊ ഗ്യാസിന് അധികം ഉപയോഗം അന്നേരം വരൂല. ചോറാകുമ്പോഴല്ലേ ഈ കുക്കറിൽ വേവിച്ച് വെച്ച് പിന്നെ തിളച്ച വെള്ളം കലത്തിലേക്ക് ആക്കി വെച്ച് അത് വാർത്തെടുക്കണം. അപ്പൊ അതിന് പകരം കഞ്ഞിയായിട്ട് എടുക്കുമ്പോ അത്രയും ഗ്യാസ് ലാഭിക്കാം നമുക്ക്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഗ്യാസില. പിന്നെ ഇൻഡക്ഷൻ ഉപയോഗിച്ചു കുറെ ദിവസം. സാറ്റർഡേ സൺഡേക്ക് ഇവിടെ ഉള്ള ദിവസമാണ് കൂടുതൽ ഇൻഡക്ഷൻ എടുത്ത് അവിടെ വെച്ചേച്ച് ഇൻഡക്ഷനിലും പ്രവർത്തിച്ചായിരുന്നു. ഏതായാലും 52 ദിവസം ഉപയോഗിച്ചു. പക്ഷെ അത്രയും അത് ഉപയോഗിച്ചത് ഇങ്ങനെ ആയതുകൊണ്ടാണ്. അങ്ങനെ ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതും പറയാം. കഞ്ഞിയായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നൊയമ്പുകാലായതുകൊണ്ട് എപ്പോഴും ചമ്മന്തിയും പയറും മോരുകാച്ചോ എന്തെങ്കിലും ഒരു തോരൻ അങ്ങനെയൊക്കെ പിക്കിളൊക്കെ ആകുമ്പോൾ പപ്പടമൊക്കെ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ കഞ്ഞി ആകുമ്പോൾ അങ്ങ് ഊറ്റി കുടിക്കാമല്ലോ നമുക്ക്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് കഞ്ഞി 3 ആഴ്ചത്തേക്ക് കഞ്ഞി സ്ഥിരം ഉണ്ടായിരുന്നു. പിന്നെ മൺകലത്തിലും അലൂമിനിയം കലത്തിലുമായിട്ട് അടുപ്പ് നിങ്ങൾ കണ്ടല്ലോ. ആ സമയത്തൊക്കെ അടുപ്പിൽ ചോറ് വേവിച്ചായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പണി ചെയ്തത് കൊണ്ടാണ് ഇത്രയും ദിവസം ഗ്യാസ് നിന്നത്. 40 ഡേയ്സ് നമുക്ക് നിന്നാൽ മതി. അതിൽ കൂടുതൽ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹവും ഇല്ല. കാരണം നമുക്ക് ആവശ്യത്തിനാണല്ലോ നമ്മൾ ഓരോ സംഗതികൾ ചെയ്യണത്. ഗ്യാസ്, ഇൻഡക്ഷന്, ഫാന്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഗതികൾ നമുക്ക് നെസസറി ആയിട്ടുള്ള സംഗതികൾ നമ്മൾ ഉപയോഗിക്കണം, അല്ലാതെ പറ്റൂലല്ലോ. അപ്പം ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പം ഗ്യാസിൻ്റെ പ്രതിസന്ധി അങ്ങ് മാറിയിട്ടുമുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഒരപ്പരയിലിരിക്കുന്ന ഗ്യാസ് എടുത്തുകൊണ്ട് ഇവിടെ ഫിറ്റ് ചെയ്യാം. ഓരോരുത്തരുടെ ഉപയോഗവും അവരവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞതാണ്, അല്ല ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല. ഞാൻ പറയണ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നതും ഞങ്ങൾക്ക് കംഫർട്ടാന്ന് തോന്നണ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. 100 പേരുണ്ടെങ്കിൽ 100 തരത്തിലായിരിക്കും അവരുടെ ലൈഫ്. അപ്പൊ അവർക്കൊക്കെ പലതരത്തിലുള്ള, ചിലർക്ക് ഒരുപാട് ലാവിഷായിട്ടായിരിക്കും, ചിലര് നമ്മുടെ പോലെ മിഡിൽ രീതിയിലുള്ളവരായിരിക്കും, ചിലർ ഇച്ചിരി കുറഞ്ഞ രീതിയിലുള്ളവരുണ്ടാവും, പലർക്കും പല രീതിയിലായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടവും എല്ലാവരുടെ നിലവാരം അനുസരിച്ചായിരിക്കും. നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വിവരം പറഞ്ഞു നിന്നാൽ മീൻ വറക്കൽ നടക്കൂല. കാരണം 1 മണിക്ക് ചോറ് റെഡി ആവണ്ടേ. അപ്പം നമുക്ക് ഗ്യാസ് ഫിറ്റ് ചെയ്യാം എടുത്തോണ്ട്. ഓക്കെ, അപ്പം പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോണിൽ ബുക്ക് ചെയ്യണം. അത് മറക്കണ്ട. ബുക്ക് ചെയ്തിട്ടാൽ ബുധനും ശനിയാണ് നമ്മുടെ ഏരിയയിൽ വന്നത് ഗ്യാസ്. ഒരു പുതിയ ഗ്യാസ് സിലിണ്ടർ വെച്ചാൽ നിങ്ങളുടെ വീട്ടിലൊക്കെ എത്ര ദിവസം വരെ യൂസ് ചെയ്യുന്നൊന്ന് കമന്റ് ചെയ്യണേ. സീല് പൊട്ടിച്ച് മാറ്റിയതാ. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ഇട്ടുകൊണ്ട് വരാം. പടിയുള്ളതുകൊണ്ട് മാറ്റിയിടാം. ഇനി അകത്തേക്ക് വയ്ക്കാം. ഇനി ഇവിടെ ഗ്യാസ് ഓൺ ചെയ്യണ്ടേ? അത് തുടങ്ങിയത് ഇതുകൊണ്ടാട്ടോ സ്മെല്ല്. സ്റ്റാർട്ടിങ്ങിനെ കൊണ്ട് അത് പൊക്കോളും. ഇനി ഗ്യാസ് ഫിറ്റ് ചെയ്യും. ഇനി ഫോൺ വന്നാൽ അപ്പം തന്നെ ബുക്ക് ചെയ്യുക. എടുക്കട്ടെ കേട്ടോ. ഗ്യാസ് ബുക്ക് ചെയ്യുക. ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഫുൾ എടുത്തിട്ടുള്ളതായിരുന്നു. പക്ഷേ ഞാനത് മനഃപൂർവ്വം കാണിക്കാണ്ടിരുന്നതാണ് കേട്ടോ. കാരണം ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞത്. ഇതുപോലുള്ള കാര്യങ്ങൾ അത്രയും പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഇഷ്യൂസ് അതെല്ലാവർക്കും അറിയാലോ. ഈ വീഡിയോ കണ്ട് അതുപോലെ ചെയ്ത് ആർക്കും ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞു. ഓക്കെ.